ടൂറിസ്റ്റ് പ്ലേസുകളുടെ എണ്ണം കൊണ്ടും മനോഹാരിത കൊണ്ടും ഇടുക്കി എന്നും മുന്നിലാണ്. എണ്ണം പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഇടുക്കി ജില്ലയിലെ തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന വാഗമണ്ണ്. ആ വാഗമണ്ണിൽ ഞങ്ങൾ ഈ പ്രാവശ്യം ഈസ്റ്റർ ഒന്ന് ആഘോഷിച്ചേക്കാമെന്നോർത്ത് ഒരു ഉച്ചയൊക്കെ ആകാറായപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ വാഗമണ്ണിലേക്ക് ഒട്ടക്കുന്നുണ്ട്. പാസ് എടുത്ത് കയറുന്ന സ്ഥലമുണ്ട്, പാസ് എടുക്കാതെ കയറുന്ന സ്ഥലമുണ്ട്. നമ്മൾ പല പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരമായി കയറിയിരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസിൽ ഭയങ്കര രസമാണ്. പച്ച പുല്ല് തിരിച്ച മലനിരകളാണ് മൊട്ടക്കുന്നുകൾ. ഓരോ കുന്നുകളാണ്, എത്രയോ കുന്നുകളാണ്. അവിടെ എല്ലാവരുമായിട്ട്, ഫാമിലി എല്ലാവരുമായിട്ട് ചുമ്മാ രസം. ഞങ്ങൾ ഫുഡെല്ലാം ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം ആയിട്ട് പോകുന്നു. പിന്നെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഏത് പൊസിഷനിൽ വെച്ചാലും മനോഹരമായ പ്ലേസാണ്. എല്ലാ ഭാഗത്തേക്കും തിരിച്ചാൽ ഇതുപോലെ മുട്ടക്കുന്നുകളാണ്. അപ്പോൾ അങ്ങ് നിൽക്കുന്ന ഒരു മരം കണ്ടോ, ആ മരത്തിൻ്റെ ചോട്ടിൽ നല്ല തണലുണ്ട്. എല്ലാ സ്ഥലവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാ സ്ഥലത്തും ഈ പ്ലെയിനായിട്ട് കിടക്കുന്ന മുട്ടക്കുന്നുകൾ മാത്രമായിരിക്കും. അവിടെ ഞങ്ങൾ പായൊക്കെ കൊണ്ടുപോയിട്ട് ഫുഡെല്ലാം അവിടെ വെച്ച് പിള്ളേരുടെ അച്ഛ ഇങ്ങോട്ട് മാറിപ്പോകുന്നില്ല. ഇച്ചിരി നീങ്ങിപ്പോന്ന് 2-3 ഫോട്ടോ എടുക്കാമെന്ന് ഓർത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്നത്. അച്ഛ അതുകൊണ്ട് ആ പായൊക്കെ ഇട്ടിരുന്നിടത്ത് അവിടെ ഇരുന്നു. പിള്ളേരെ എല്ലാം കൂടെ ഇരുത്തി എന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോകാം. സ്ഥിരമായിട്ട് എറണാകുളം, കോട്ടയം എന്നുള്ള ആൾക്കാരെല്ലാം ശനി ഞായർ ദിവസങ്ങളിൽ ഇങ്ങോട്ട് കയറിപ്പോരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങ് പോവും. വൈകുന്നേരം തിരിച്ച് പിള്ളേരെല്ലാം ചെറുകടികളുണ്ട്, കച്ചറ വിച്ചറ സാധനങ്ങൾ അതെല്ലാം കഴിക്കാനുള്ള പരിപാടികളാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒരു പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കബഡി കളിക്കാൻ. അങ്ങനെ കബഡി കളിക്കാനായിട്ട് എണ്ണിത്തിരിക്കുന്ന ഭാവമാണ്. എണ്ണിത്തിരിക്കിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കിച്ചുമൻ്റെ പുതിയ രീതിയിലുള്ള എണ്ണിത്തിരിക്കിച്ചായിരുന്നു. അത് കേട്ട് പിള്ളേർ തുള്ളിച്ചാടുന്നു. കഴിഞ്ഞ് ടീം തിരിക്കുകയാണ്. ടീം തിരിച്ച് അവർ തന്ത്രം മെനയുകയാണ്. തന്ത്രം മെനയുമ്പോൾ അവർ തോൽപ്പിക്കാനുള്ള പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്യുന്നു.
അത് ഇങ്ങ ടീം തന്ത്രമനയുമാണ്. ഇനിയിപ്പം കബഡി കളി തുടങ്ങാൻ പോകാം. അവിടെ പോകാൻ പറ്റത്തില്ല, അവിടെ അതിനപ്പുറം പോകണം. തൊട്ടാ ഔട്ടാകും.
പിന്നല്ല വാഗമണിലെ പൈൻമരക്കാടും മൊട്ടക്കുന്നുകളും ചെറിയ ചായകുടിയും കലാപരിപാടികളും ഒക്കെ ആയിട്ട് ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാവേ. ഓക്കെ, ബൈ. Ha